സോ ഹായ് ഓൾ, ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസർ അഗെയിൻ. അപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൻ്റെ 35ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയെ പറ്റി പറയുകയാണെങ്കിൽ ഓപ്ഷൻ ബയ്യേഴ്സ് കണ്ണും പൂട്ടി ട്രേഡ് എടുക്കുന്ന ഓപ്ഷൻ ബയ്യേഴ്സൊക്കെ ഇല്ലേ, അവർക്ക് വേണ്ടിയുള്ളൊരു എപ്പിസോഡാണ് സത്യം പറഞ്ഞാൽ അറിയാതെ ഓപ്ഷനിൽ ട്രേഡിംഗ് നടത്തുന്ന പല ബയ്യേഴ്സും ആദ്യമായിട്ട് മാർക്കറ്റിലോട്ട് ഇറങ്ങി, പ്രത്യേകിച്ച് ഡെറിവേറ്റീവ്സിലോട്ട് ഇറങ്ങുന്ന അവർക്ക് വേണ്ടിയുള്ളൊരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഇതെന്ന് പറയുന്നത്. എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാര്യത്തിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസ് ഒരു പ്ലേലിസ്റ്റ് ആക്കി ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ആദ്യം മുതലേ വീഡിയോസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ടുവരിക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയാണ്, ഓരോ സെഗ്മെൻറ്റ് വൈസ് ആയിട്ട് തീർത്ത് വരിക. നിങ്ങൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് മനസ്സിലാക്കുക, ഇക്വിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക, അതിനുശേഷം ഡെറിവേറ്റീവ്സിലോട്ട് വരിക, ഫ്യൂച്ചേഴ്സ് മനസ്സിലാക്കുക, അതിനുശേഷം ഓപ്ഷൻസിലോട്ട് വരിക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ പഠിച്ച് പോവുക. ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും എല്ലാം ബേസിക്കായിട്ട് മനസ്സിലാക്കി വെക്കണം. അതൊക്കെ നമ്മുടെ എൻ്റെ ട്രേഡിംഗ് കരിയറിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ഒരുപാട് വലിച്ചു കിട്ടുന്നില്ല. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ളവരാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളത് ഓപ്പൺ ചെയ്യുക. എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് മസ്റ്റായിട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക, ചെയ്തവരുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. ഓക്കെ, പിന്നെ ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അപ്സ്റ്റോക്സിൽ എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. പിന്നെ ഓപ്ഷൻസിനെ പറ്റി ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ആരും എപ്പോഴും പറയുന്ന പോലെ ഡയറക്റ്റ് ഓപ്ഷൻസിലോട്ട് വരാതിരിക്കുക. അല്ല, ഡയറക്റ്റ് ഓരോ എപ്പിസോഡ് കയറി കാണാതെ ഇതിന് മുമ്പുള്ള എപ്പിസോഡ്സ് കണ്ടിട്ടില്ല, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടെങ്കിൽ അതിന് വേണ്ടി നമ്മുടെ ഓപ്ഷൻസ്, അതായത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെ എപ്പിസോഡ്സ് എല്ലാം കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് അതൊരു പ്ലേലിസ്റ്റ് ആക്കി ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡെറിവേറ്റീവ്സിൻ്റെ എപ്പിസോഡ് മാത്രമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുവരാം. അപ്പം മിക്സ് ആവത്തേയും കാര്യങ്ങളാവത്തേ ഒന്നുമില്ല, കാര്യങ്ങൾ അതുപോലെ മനസ്സിലാക്കി വരിക. പിന്നെ ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്നതിൽ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുവാണെങ്കിൽ ദയവേത് ക്ഷമിക്കുക. എനിക്ക് ത്രോട്ട് ചെറിയൊരു പെയിനുണ്ട്, ഒരു യാത്ര കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്നെ ഡയറക്റ്റ് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർത്ത് തരാം. ഇത് വീഡിയോ പറഞ്ഞ് തീർത്തതിന് ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അറിയാവുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇനി വെയിറ്റ് ചെയ്യുന്നില്ല, ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ ടോപ്പിക്. ഓക്കെ, അപ്പം ഞാൻ ആദ്യമേ പറയുകയാണ്, എസ്പെഷ്യലി ഈ കാര്യം വേണം. ഓപ്ഷൻസ് നമുക്ക് ബൈ ചെയ്യണമെങ്കിലും സെല്ല് ചെയ്യണമെങ്കിലും ഈവൻസ് നമുക്ക് ഓരോ സ്ട്രാറ്റജീസ് അതിനകത്ത് മിക്സ് ചെയ്ത് ചെയ്യണമെങ്കിലും എല്ലാം നമ്മൾ ഈ ഓപ്ഷൻ സ്ട്രൈക്കിനെ പറ്റി നമ്മൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ എസ്പെഷ്യലി ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന ആൾക്കാരെന്ന് പറയുന്നത് എപ്പോഴും ഓപ്ഷൻ ബയ്യേഴ്സ് ആയിരിക്കും. കാര്യം അതായത് ഓപ്ഷൻസിലോട്ട് എല്ലാവരും വരുന്നത് തന്നെ എന്ത് കേട്ടോണ്ടായിരിക്കും. ഇവിടെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ചെറിയ എമൗണ്ട് മതി, ചെറിയ എമൗണ്ട് കൊണ്ട് നമുക്ക് വലിയ ക്യാഷ് ഉണ്ടാക്കാം. അത് കേട്ടോണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓപ്ഷൻസിലോട്ട് വരുന്നത്. ഞാനും അങ്ങനെ ഓപ്ഷൻസിലോട്ട് വന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, സാധാരണമായിട്ടുള്ള നമ്മളെല്ലാവരും എന്താ ചിന്തിക്കുന്നുള്ളത് എനിക്കറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ വളരെ ചെറിയ പൈസ കൊണ്ട് വളരെ വലിയ പൈസ നമുക്ക് ഉണ്ടാക്കാമെന്നുള്ള വ്യാമോഹം എന്നൊന്നും ഞാൻ പറയുന്നില്ല, അത്തരത്തിലുള്ള മോഹമൊക്കെ ആയിട്ടാണ് നമ്മൾ ഓപ്ഷൻസിലോട്ട് കിടക്കുന്നത്. അപ്പോൾ അതിനകത്ത് പലരും ബേസ് ചെയ്ത് ചെയ്യുന്നൊരു സംഭവമാണ്, ഓക്കെ നമ്മുടെ ഡയറക്ഷൻ ഇപ്പോൾ മുകളിലോട്ടാണ്, ഓക്കെ അപ്പോൾ നമുക്ക് വലിയ ക്യാപിറ്റലൊന്നും വേണ്ടി വരത്തില്ല, നമുക്ക് ചെറിയ പ്രീമിയത്തിലുള്ള ഒരു സാധനം വാങ്ങിക്കാം, എന്നിട്ട് ആ പ്രീമിയം വലുതാകുമ്പോഴത്തേക്ക് നമുക്ക് വിറ്റ് കളയാം, അല്ലെങ്കിൽ എക്സ്പയറി വരെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നല്ല രീതിയിൽ കൂടുമല്ലോ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വലിയ ലാഭം ഉണ്ടാക്കാമല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ, അതായത് നമ്മുടെ ഇതിന് മുമ്പത്തെ വീഡിയോസിലുമൊക്കെ ഓപ്ഷൻ ചെയിൻ കാണിച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് NSEയിൽ പോയി ഓപ്ഷൻ ചെയിൻ നോക്കുന്നത് കാര്യങ്ങളും. അപ്പോൾ അതിലൂടെ ഇന്ന സ്ട്രൈക്ക് സെലക്ട് ചെയ്തു, അതിനകത്ത് ഇന്ന പ്രീമിയം എന്നൊക്കെ പറഞ്ഞു. അപ്പം അതിനകത്ത് ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്ട്രൈക്കുകൾ. അതായത് നിഫ്റ്റിയുടെ കഴിഞ്ഞ ഇത് നമ്മൾ പറയുമ്പോൾ നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് 17,800 സംതിങ്ങിലാണ്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 7,800 മുതലുള്ള സ്ട്രൈക്കുകൾ ഇങ്ങനെ കാണാൻ, 7,500, 7,600, 7,700 അങ്ങനെ ഇനി 18,000, 19,000 എന്ന് പറഞ്ഞ സ്ട്രൈക്ക് ഇങ്ങനെ ഓപ്ഷൻ സ്ട്രൈക്കുകൾ ഇങ്ങനെ ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം പുതുതായിട്ട് ഓപ്ഷനിൽ വരുന്ന ഏതൊരു വ്യക്തിയും ചിന്തിക്കുന്നതാണ്, ഇതിനകത്ത് ഏത് ഓപ്ഷൻ സ്ട്രൈക്കാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടുള്ളത്, ഏത് ചെയ്താലാണ് നമുക്ക് ലാഭം കിട്ടുന്നത്, അല്ലെങ്കിൽ ഇപ്പം കോൾ ഓപ്ഷൻ ആണെങ്കിൽ ഇന്ന സ്ട്രൈക്ക് പ്രൈസ് എടുത്താൽ നമുക്ക് ഗുണം എന്താണ്, ഇന്ന സ്ട്രൈക്ക് പ്രൈസ് എടുത്താൽ നമുക്കുള്ള ദോഷം എന്താണ്. അപ്പം
ഇതിൻ്റെ റിസ്ക് എന്താണ്, റിവാർഡ് എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാതെ ബ്ലൈൻഡ് ആയിട്ട് ഓക്കെ മാർക്കറ്റ് മുകളിലോട്ട് പോവാം, എന്നാൽ നമുക്ക് അങ്ങ് ദൂരെയുള്ള പോയൊരു കോൾ ഓപ്ഷൻ അങ്ങ് വാങ്ങിച്ചു വെച്ചാൽ അതാകുമ്പോൾ ചെറിയ ക്യാപിറ്റൽ 12,000 രൂപയിലെ ക്യാപിറ്റൽ ആവത്തുള്ളൂ. അങ്ങനെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ എൻ്റയർലി ആ ഒരു ചിന്ത മാറണമെങ്കിൽ നമ്മൾ ഏത് ഓപ്ഷൻ സ്ട്രൈക്കാണ് ട്രേഡ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യേണ്ടുള്ളതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്ഷൻ സ്ട്രൈക്ക് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഐഡിയ ആയിരിക്കും. ഓപ്ഷൻ ചെയിൻ അങ്ങോട്ട് കാണിച്ചു കഴിയുമ്പോൾ പരിപാടി കഴിക്കും. അത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ വരുന്ന 3 കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ചെയിനെ തന്നെ നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി. ഈ 3 കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ 3 കാര്യങ്ങൾ കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ട്രൈക്ക് പ്രൈസ് എന്ത് ചെയ്യണം, സ്ട്രൈക്ക് പ്രൈസ് ഏത് ചൂസ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ഓക്കെ എൻ്റെ വ്യൂ ഇപ്പോൾ ബുള്ളിഷാണ്, അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് സ്ട്രൈക്ക് പ്രൈസ് ചൂസ് ചെയ്യണം എന്ന് എനിക്കൊരു ഐഡിയ നിങ്ങൾക്കൊരു ഐഡിയ വന്നിരിക്കും. ഈ ഒരു വീഡിയോ കണ്ടു തരുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഐഡിയ വന്നിരിക്കും. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ആ വീഡിയോയിലോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിടക്കുന്നതിന് മുന്നേ ഞാനിപ്പോൾ ആദ്യമേ നിങ്ങൾക്കൊരു ഉള്ളടക്കം പറഞ്ഞത് ഈ 3 സംഭവമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഓരോന്നും എടുത്താലുള്ള ഗുണം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാവാമെന്ന് വിചാരിക്കാൻ വേണ്ടി ഞാൻ അതൊരു ഈ സ്ലൈഡിൽ തന്നെ എക്സലിൽ പോയി കാര്യങ്ങളെല്ലാം ഇട്ട് ഇപ്പോഴത്തെ കറണ്ട് ലെവലും കാര്യങ്ങളൊക്കെ വെച്ച് ബ്രേക്ക് ഈവനും അതിൻ്റെ റിസ്ക് റിവാർഡും കാര്യങ്ങളും പ്രോഫിറ്റും വിന്നിങ് ചാൻസും എല്ലാം കൂടെ ചെയ്തൊരു അവസാനം ഞാനിതിൽ പറയുന്നുണ്ട്. അതും കൂടെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുവിധം ഇതിനെപ്പറ്റി എല്ലാ ഐഡിയയും കിട്ടും. പിന്നെ ഏത് ഓപ്ഷൻ സ്ട്രൈക്ക് ചൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ NSEയുടെ വെബ്സൈറ്റിലോട്ട് പോകണം. NSEയുടെ വെബ്സൈറ്റിൽ പോകാനുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് www.1.nse.india.com. അതിൽ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ കാണിക്കുന്നത് തന്നെ NSEയുടെ വെബ്സൈറ്റിൽ ഓപ്ഷൻ ചെയിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം ഓൾറെഡി നമ്മളിപ്പം എല്ലാം ചൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ഇതാണ്ട് നിഫ്റ്റിയാണ് നമ്മളിപ്പോൾ ഓപ്ഷൻ ചെയിൻ സെലക്ട് ചെയ്തേക്കുന്നത്. എക്സ്പയറി ഡേറ്റ് 27 ജാനുവരി. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, സ്ട്രൈക്ക് 15,100 മുതലേ നമുക്ക് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസുകൾ അവൈലബിൾ ആണ്. 15,100 തൊട്ട് താണ്ട് ഇങ്ങനെ താഴോട്ട് വന്ന് താണ്ടെ 15,800 ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വീണ്ടും താഴോട്ട് പോയി 19,000. ഇങ്ങനെ ഒരുപാട് സ്ട്രൈക്ക് നമുക്ക് മുന്നിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മളിപ്പം നമ്മുടെ വ്യൂ ബുള്ളിഷ് ആയിക്കോട്ടെ, ബെയറിഷ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ ഇതിനകത്ത് ഏതാണ് ചൂസ് ചെയ്യേണ്ടുള്ളത് അത് നമുക്ക് ഇപ്പോഴും സത്യത്തിലൊരു ഐഡിയ ഇല്ല. അല്ലെങ്കിൽ നമ്മളിൽ പലർക്കും, അല്ലെങ്കിൽ പോട്ടെ നമ്മളിൽ 1% ആൾക്കാർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിഞ്ഞുടങ്ങി ആ 1% ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനത് സംസാരിക്കുന്നതെന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ ഈ ഇത്രയും സ്ട്രൈക്കിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ വ്യൂ ഇപ്പോൾ ബുള്ളിഷാണ്, അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിഫ്റ്റി ഇപ്പോൾ മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ ഏത് സ്ട്രൈക്ക് പ്രൈസ് ഇതിനകത്ത് ചൂസ് ചെയ്യണമെങ്കിൽ എന്താണ് ഈ സ്ട്രൈക്ക് പ്രൈസുകളെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനെ എന്തുകൊണ്ടാണ് ഇതാണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു പെയിൽ യെല്ലോ അല്ലെങ്കിൽ ഒരു പെയിൽ ഗ്രീൻ കളർ ഇതാണ്ട് ഈ 2 സെക്ഷനിൽ നിങ്ങൾക്ക് കാണാം. ഇത് രണ്ടും വൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നു. അപ്പോൾ ഇനി വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഒരു ഓപ്ഷൻ ചെയിൻ എടുക്കുന്ന സമയത്ത് ഇതാണ്ട് ഇങ്ങനെ ഒരു 2 ഡാർക്ക് സൈഡും ഇങ്ങനെ ഒരു വൈറ്റ് സൈഡ് നിങ്ങൾ കാണുന്നുണ്ടോ, ഒരു ഡയഗണലായിട്ട് നോക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഈ 4ഉം കൂടെ കൂട്ടിമുട്ടുന്ന ഒരു ജംഗ്ഷൻ എന്നൊക്കെ പറയത്തില്ലേ, ഈ വൈറ്റും ദാണ്ട് ഈ ഗ്രീനും അത് കൂട്ടിമുട്ടുന്ന ജംഗ്ഷൻ എന്ന് പറയുന്നതാണ് 17,800 അല്ലേ. ഇപ്പം കറണ്ട്ലി നിൽക്കുന്ന 17,800. അപ്പം അത്തരത്തിലുള്ള ആ ഒരു സ്ട്രൈക്കിനെ നമ്മൾ പറയുന്നതാണ് അറ്റ് ദ മണി ഓപ്ഷൻ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അറ്റ് ദ മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പോട്ട് പ്രൈസ് എന്താണോ ആ സ്പോട്ട് പ്രൈസിന് തൊട്ടടുത്ത് നിൽക്കുന്ന പ്രൈസ്, അതായത് ഇപ്പോൾ 17,805 എന്ന് പറയുന്നതാണ് നമ്മുടെ സ്പോട്ട് പ്രൈസ്. അപ്പോൾ മാർക്കറ്റ് ഏറ്റവും അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പ്രൈസ് ഏതാണ്? 17,800. അതിനെയാണ് നമ്മൾ അറ്റ് ദ മണി സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഞാൻ പറയുന്നത് ഒരു ചെറിയ ട്രിക്കി സംഭവമാണ്, അത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിൽ കോൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം ഈ സൈഡിൽ കാണുന്നതാണ് കോൾ ഓപ്ഷൻ, നിങ്ങൾക്കറിയാം. ഈ സൈഡിൽ കാണുന്നതാണ് പുട്ട് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ കോൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അറ്റ് ദ മണിയുടെ താഴോട്ടുള്ള പ്രൈസുകൾ, അതായത് ഇപ്പോൾ ഇത് 17,800 ആണ്, 17,750, 17,700, 17,650, അല്ല കുറഞ്ഞ് വരുന്നുണ്ടോ. അപ്പോൾ അറ്റ് ദ മണിയുടെ താഴോട്ടുള്ള പ്രൈസിനെ നമ്മൾ ഇൻ ദ മണി എന്ന് പറയും കോൾ ഓപ്ഷനിൽ.
അറ്റ് ദ മണിയുടെ മുകളിലോട്ടുള്ള സ്ട്രൈക്ക് പ്രൈസുകളെ നമ്മൾ ഔട്ട് ഓഫ് ദ മണി എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പുട്ട് ഓപ്ഷനിൽ പഠിച്ചത്? എന്താണോ കോൾ ഓപ്ഷൻ എൻ്റയർലി അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. 17,800 നമ്മുടെ അറ്റ് ദ മണി എന്ന് പറയുന്നത്. ഈ അറ്റ് ദ മണിയുടെ മുകളിലോട്ടുള്ള പ്രൈസിനെ എല്ലാം നമ്മൾ ഇൻ ദ മണി എന്ന് പറയും പുട്ട് ഓപ്ഷനിൽ. അറ്റ് ദ മണിയുടെ താഴോട്ടുള്ള പ്രൈസിനെ എല്ലാം നമ്മൾ ഔട്ട് ഓഫ് ദ മണി എന്ന് പറയും പുട്ട് ഓപ്ഷനിൽ. അപ്പോൾ നിങ്ങൾ ഇത് കേട്ട് ക്ലാഷ് ആവേണ്ട, അടുത്ത സ്ലൈഡിൽ ക്ലിയർ ആയിട്ട് ഞാനിത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും, പക്ഷേ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. വൈറ്റിൽ കാണുന്നതാണ് ഔട്ട് ഓഫ് ദ മണി. ഇതാണ്ട് ഒരു പെയിൽ യെല്ലോ അല്ലെങ്കിൽ ഒരു പെയിൽ ഗ്രീൻ ആയിട്ട് ഇവിടെ ഈ കാണുന്ന ഈ ഡാർക്ക് ഉണ്ട്, ഇതാണ് ഇൻ ദ മണി. അപ്പോൾ കോൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം ഈ സൈഡിൽ ഈ ഡാർക്കിൽ കാണുന്നതാണ് ഇൻ ദ മണി. കോൾ ഓപ്ഷൻ്റെ വൈറ്റിൽ കാണുന്നതാണ് ദാണ്ട് ഇങ്ങോട്ട് കാണുന്നതാണ് ഔട്ട് ഓഫ് ദ മണി. ഈ വൈറ്റിൽ കാണുന്നതാണ് പുട്ട് ഓപ്ഷൻ്റെ ഔട്ട് ഓഫ് ദ മണി. ഈ ഡാർക്ക് കളറിൽ കാണുന്നതാണ് പുട്ട് ഓപ്ഷൻ്റെ ഇൻ ദ മണി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ എന്തുവാണ് അറ്റ് ദ മണി, എന്തുവാണ് ഇൻ ദ മണി, എന്തുവാണ് ഔട്ട് ഓഫ് ദ മണി എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നു. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്. കോൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ താഴോട്ടുള്ള എല്ലാം ഇൻ ദ മണി, എൻ്റെ മുകളിലോട്ടുള്ള എല്ലാം ഔട്ട് ഓഫ് ദ മണി. പുട്ട് ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ താഴോട്ടുള്ള എല്ലാം ഔട്ട് ഓഫ് ദ മണി, മുകളിലോട്ടുള്ള എല്ലാം ഇൻ ദ മണി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ് എന്താണ് ഇതിനകത്ത് ഞാനിത് മനസ്സിലാക്കിയിട്ട് എന്താണ് കാര്യം, ഞങ്ങൾക്കിത് ട്രേഡിങ്ങിൽ എന്താണ് ഉപയോഗം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഈ സൈഡിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ. ഈ മുകളിലോട്ട് കോൾ ഓപ്ഷൻ്റെ താഴോട്ടുള്ള പ്രൈസുകൾ 17,700, 750, 750, 700, 650, 600, 550 ഇങ്ങനെ കുറഞ്ഞ് വരുമ്പോൾ നിങ്ങൾ ഈ സൈഡിൽ അതിൻ്റെ പ്രീമിയം ഒന്ന് ശ്രദ്ധിച്ചേ. കോൾ ഓപ്ഷൻ്റെ പ്രീമിയം ശ്രദ്ധിച്ചേ. കൂടി വരുന്നുണ്ടോ? 257, 317, 347, 380, 415, 454, 487. അതായത് കോൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം ഇൻ ദ മണിയിലാണ് കോൾ ഓപ്ഷൻ്റെ പ്രീമിയം കൂടുതൽ. മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് കോൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ അതിൻ്റെ അതിൻ്റെ കോൾ ഓപ്ഷൻ പ്രീമിയം കുറഞ്ഞു വരുന്നു. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. പുട്ട് ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? സെയിം ആണ്. ഇതിൻ്റെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രീമിയം കൂടി വരും. ഇതിൻ്റെ താഴോട്ട് പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രീമിയം കുറഞ്ഞു വരും. ഇതെന്തിനാണ് ഞാൻ പറഞ്ഞതെന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആകെപ്പാടൊരു തലവരിപ്പായല്ലേ? അങ്ങനെ തലവരിപ്പാവരുത്. ഞാൻ വീണ്ടും പറയാണ്, മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ബാക്ക് അടിക്കുക, ശ്രദ്ധിച്ച് ഒന്നുകൂടി ഒന്ന് കേൾക്കുക. വേറെ പ്രശ്നമാക്കേണ്ട ഒരു കാര്യമില്ല. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ കാണും. ഓക്കെ സുഹൃത്തെ, കുറേ നേരമായിട്ട് പറയുന്നല്ലോ ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി, എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നും കൂടി നമുക്കൊന്ന് പറഞ്ഞു തന്നാവല്ലോ എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കും. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഉൾക്കൊള്ളുക. അതായത് പുട്ട് ഓപ്ഷൻ ആയാലും കോൾ ഓപ്ഷൻ ആയാലും അതിൻ്റെ ഇൻ ദ മണിയിലായിരിക്കും ഭയങ്കര വലിയ പ്രീമിയം, അതായത് ഭയങ്കര വലുതായിട്ട് പ്രീമിയം കൂടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഔട്ട് ഓഫ് ദ മണി, അതായത് ആ വെള്ളയിൽ കാണുന്ന രണ്ടിൻ്റെയും പ്രീമിയം കുറഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത് ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഇനി അടുത്ത ഒരു സ്ലൈഡ്, ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. അത് സംസാരിക്കുന്നതിന് മുന്നേ നമ്മൾ ഈ പ്രീമിയം വർക്കൗട്ട് ആവുന്നതിന് ഞാൻ വീണ്ടും പറയാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓപ്ഷൻ ഗ്രീക്ക് എന്ന് പറയാൻ, ഡെൽറ്റ, ഗാമ, തീറ്റ, വീഗ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനെ ബേസ് ചെയ്താണ് നമ്മളെ കോൾ ഓപ്ഷൻ്റെ പ്രീമിയം ആയാലും പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം ആയാലും വർക്ക് ചെയ്യുന്നത്. അതിൽ തന്നെ ഇൻ ദ മണിയിലും ഔട്ട് ഓഫ് ദ മണിയിലും വർക്ക് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. അത് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നില്ല. അത് മുന്നോട്ട് ഓപ്ഷൻ ഗ്രീക്സ് പഠിക്കുന്ന സമയത്ത് വളരെ ക്ലിയർ കട്ടായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടുള്ളത്, ഒരു ഓപ്ഷൻ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ സ്ട്രൈക്കിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം സിംപ്ലി ഈ ഓപ്ഷൻ ഗ്രീക്സോ കാര്യങ്ങളോ ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടെങ്കിലും ഓപ്ഷൻ സ്ട്രൈക്ക് കൊണ്ട് എന്താ നമുക്കുള്ള ഉപയോഗം എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് സ്ലൈഡിലൊന്ന് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാണ്. സ്ട്രൈക്ക് പ്രൈസ് ക്ലോസസ്റ്റ് ടു സ്പോട്ട് പ്രൈസ് ഈസ് അറ്റ് ദ മണി. അതായത് നമ്മുടെ സ്പോട്ട് പ്രൈസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അത് സ്ട്രൈക്ക് പ്രൈസിനോട് സ്പോട്ട് പ്രൈസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് ഏതാണോ അതിനെയാണ് അറ്റ് ദ മണി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പഠിച്ച കേസിൽ 17,805 സ്പോട്ട് പ്രൈസ് നിൽക്കുന്നത്. അതുകൊണ്ട് 17,800 എന്ന് പറയുന്ന സ്ട്രൈക്ക് പ്രൈസ് ആണ് അറ്റ് ദ മണി. ഇനി ദാണ്ടെ ഞാൻ ഇതിൽ താഴെ എഴുതിയിരിക്കുന്ന, റെഡിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ആദ്യം ഒന്ന് വായിക്കുക. ഞാനിത് പറയുമ്പോഴത്തേക്ക് പ്ലീസ് ഡോണ്ട് കൺഫ്യൂസ്, ടേക്ക് എ സ്ക്രീൻഷോട്ട്, റിലാക്സ് ആൻഡ് റീഡ്. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളിത് ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റിലാക്സ് ആയിട്ടൊന്ന് ഇരിക്കുക, ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അതിനുശേഷം ഒന്നുകൂടെ ശ്രദ്ധിച്ച് നിങ്ങൾ ആ ഓപ്ഷൻ ചെയിനുമായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഞാൻ പറയുന്നതെന്ന് മനസ്സിലാവും. കോൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് അറ്റ് ദ മണിയുടെ മുകളിലാണെങ്കിൽ
ഓക്കെ, അറ്റ് ദ മണിയുടെ മുകളിലോട്ടാണെങ്കിൽ അതിനെ നമ്മൾ ഔട്ട് ഓഫ് ദ മണി എന്ന് പറയും. അത് വൈറ്റ് കളറിലാണ് ഓപ്ഷൻ ചെയിനിൽ കാണുന്നത്. ഓപ്ഷൻ സ്ട്രൈക്ക് അറ്റ് ദ മണിയുടെ താഴോട്ടാണെങ്കിൽ ദെൻ ഇറ്റ്സ് ITM, അതിനെയാണ് ഇൻ ദ മണി എന്ന് പറയുന്നത്. അതാണ് ആ പെയിൽ ഗ്രീൻ കളറിൽ കാണുന്നത്, അല്ലെങ്കിൽ ഒരു പെയിൽ യെല്ലോ കളറിൽ കാണുന്നത്. പുട്ട് ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മൾ ഇവിടെ പറഞ്ഞത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓപ്ഷൻ സ്ട്രൈക്ക് അറ്റ് ദ മണിയുടെ മുകളിലാണെങ്കിൽ ദെൻ ഇറ്റ്സ് ITM, അതാണ് ഇൻ ദ മണി എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ സ്ട്രൈക്ക് അറ്റ് ദ മണിയുടെ താഴോട്ടാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുന്നത്. സോറി, ഞാൻ ഇവിടെ എഴുതിയപ്പോൾ അതും ഇൻ ദ മണി എന്നായിപ്പോയി. ഇത് ഔട്ട് ഓഫ് ദ മണി എന്നാണ് കേട്ടോ. അതാണ് വൈറ്റ് കളറിൽ കാണുന്നത്. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലായെങ്കിൽ ഇനി നമുക്ക് ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമ്മളിപ്പോൾ പഴയ പോലെ ഓപ്ഷൻ ചെയിനിൽ വന്നു. ഇനി നമ്മളിപ്പോൾ ഒരു കോൾ ഓപ്ഷൻ ബയ്യറാണ്, അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതാണ് നമ്മളെ സ്റ്റഡി പറയുന്നത്. അതായത് 17,800 ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, 17,800 ഇപ്പോൾ നിൽക്കുന്നു. അപ്പം ആ സമയത്ത് നമ്മുടെ വ്യൂ പറയുകയാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകാനാണ് സാധ്യത, ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകാനാണ് സാധ്യത. നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ നടത്തിയപ്പോൾ ഓക്കെ, ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ നല്ലൊരു നമ്മുടെ ഇൻഡിക്കേറ്റർ ഒക്കെ യൂസ് ചെയ്ത സമയത്ത് ഓക്കെ, അല്ലെങ്കിൽ നല്ലൊരു കൺസോൾട്ടേഷന് ശേഷം ബ്രേക്ക് ചെയ്തു, ഇനി മാർക്കറ്റ് മുകളിലോട്ട് പോകാനാണ് സാധ്യതയെന്ന് പറയുമ്പോൾ 27 ജാനുവരി എക്സ്പയറി ആവുന്ന സമയത്ത്, എക്സ്പയറി വരെ നമ്മൾ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ, ഞാൻ വീണ്ടും പറയാണ്, ട്രേഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങളിതൊന്നും അറിയേണ്ട കാര്യമില്ല. അതായത് ഇന്ന് വാങ്ങിക്കുന്നു, ഇന്ന് വൈകിട്ട് മുമ്പ് തന്നെ അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ആയിട്ട് നമ്മൾ വിൽക്കാനാണെങ്കിൽ ഈ പറയുന്ന ടെക്നിക്കുകളോ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഓപ്ഷൻ ഗ്രീക്കിലെ തീറ്റ എന്ന് പറയുന്നൊരു ഫാക്ടർ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി ട്രേഡ് ചെയ്യാനാണെങ്കിൽ. അത് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മുന്നോട്ട് പോകുമ്പോൾ മീൻസ് വരും വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എക്സ്പയറി വരെ ഹോൾഡ് ചെയ്യുകയാണ്. അത്തരത്തിലുള്ളൊരു വ്യൂ പോയിന്റിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ, മാർക്കറ്റ് നമ്മുടെ വ്യൂ പ്രകാരം ഇപ്പോൾ മാർക്കറ്റ് എന്തായാലും ഒരു 18,000-ൻ്റെയൊക്കെ മുകളിൽ പോകുന്നതാണ് നമ്മുടെ പ്രതീക്ഷ ഈ മാസം അവസാനം ആകുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഏത് സ്ട്രൈക്ക് പ്രൈസ് ചൂസ് ചെയ്യും, നിങ്ങൾ തന്നെ പറ. മാർക്കറ്റ് ഇനി ഇവിടുന്ന് മുകളിലോട്ട് കയറാൻ പോകണമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യും? നിങ്ങളാണെങ്കിൽ ഏത് ചെയ്യും? സ്വാഭാവികമായിട്ടും നിങ്ങൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഏതൊരു സാധാരണക്കാരനും ആദ്യമായിട്ട് ഇതിനെപ്പറ്റി ഓപ്ഷൻ സ്ട്രൈക്കോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ ഏതൊരു സാധാരണക്കാരനും ചെയ്യുന്നത് താണ്ട് ഏറ്റവും കുറഞ്ഞ പ്രീമിയം നോക്കി ഒരെണ്ണം എടുക്കും. അതായത് ഈ 18,000-ലാകുമ്പോൾ 184 രൂപ കൊടുത്താൽ പോരെ, അതാകുമ്പം ചെറിയ എമൗണ്ട് ക്യാപിറ്റൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ച് പുള്ളിക്കാരൻ പോയി അതെടുക്കും. പക്ഷെ ഞാൻ പറയുന്നു, ഇപ്പം മാർക്കറ്റ് മുകളിലോട്ടാണ് പോകാൻ സാധ്യതയെങ്കിലും ഞാൻ നേരെ ഒരു 17,500 വല്ലതും കോൾ ഓപ്ഷൻ പോയി വാങ്ങിക്കത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തന്നെ ഇതെന്തിനാ 17,500 കോൾ ഓപ്ഷൻ വാങ്ങിക്കുന്നത്? നമുക്ക് 18,000 മുകളിലോട്ട് പോകുന്നത് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമ്മൾ 18,000 വാങ്ങിച്ചാൽ പോരെ എന്ന് നിങ്ങൾ ചിന്തിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഒരു 3 സിനാരിയോയും ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുവേണ്ടി വളരെ സിമ്പിളായിട്ട് ഞാനൊരു എക്സാമ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ്ടേ, ഒരു കോൾ ഓപ്ഷൻ്റെ ബൈയിങ് വ്യൂവിൽ വെച്ച് നോക്കുമ്പോൾ ഉള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എല്ലാ കാര്യങ്ങളും. അതായത് ഈ മഞ്ഞയിൽ കാണുന്നില്ലേ, ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടായിരുന്നു 17,805 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്പോട്ട് പ്രൈസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇൻ ദ മണിയിൽ ഉള്ള സ്ട്രൈക്ക് ചൂസ് ചെയ്താലുള്ള ഗുണം എന്താണ്, അറ്റ് ദ മണിയിലുള്ള സ്ട്രൈക്ക് ചൂസ് ചെയ്താലുള്ള ഗുണം എന്താണ്, ഔട്ട് ഓഫ് ദ മണിയിലുള്ള സ്ട്രൈക്ക് ചൂസ് ചെയ്താലുള്ള ഗുണം എന്താണ്, ഇത് മൂന്നിൻ്റെയും ദോഷം എന്താണ്, ഇത് മൂന്നും വിജയിക്കാനുള്ള സാധ്യത എത്രയാണ്, ഇത് മൂന്നിൻ്റെയും റിസ്ക് റിവാർഡ് എന്താണ്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ സ്ലൈഡിൽ ഞാൻ മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് 17,805 നിൽക്കുന്ന സമയത്ത് എൻ്റെ വ്യൂ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് എന്തായാലും ഒരു 18,000 ഒക്കെ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മാർക്കറ്റ് എന്തായാലും ഈ മാസം അവസാനമാകുമ്പോൾ 18,000 ഒക്കെ കഴിഞ്ഞ് അങ്ങ് മുകളിലോട്ട് പോകും. അപ്പോൾ ഞാൻ ഒരാൾ ഇൻ ദ മണി, അതായത് ഞാനിപ്പോൾ ഇൻ ദ മണി എടുക്കത്തുള്ളൂ എന്ന് വെച്ചു 17,700 കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ഞാൻ പോയി വാങ്ങിക്കും. ആ ഒരു കോൾ ഓപ്ഷൻ്റെ സ്ട്രൈക്ക് പ്രൈസേ വാങ്ങിക്കൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രീമിയം പേ ചെയ്യേണ്ടി വരുന്നത് 487 രൂപ 9 പൈസ. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഈ 487 രൂപ എന്ന് പറയുമ്പോൾ ഭീകര എമൗണ്ട് ആയില്ലേ? കാര്യം ഒരു ലോട്ടാണല്ലോ നമ്മൾ വാങ്ങിക്കേണ്ടത്. ഒരു ലോട്ടെന്ന് പറഞ്ഞാൽ 50 നിഫ്റ്റിയുടെ. അപ്പോൾ ഓൾമോസ്റ്റ് 24,395 രൂപ ആദ്യമേ ഞാൻ സെല്ലർക്കൊരു ടോക്കൺ എമൗണ്ട് ആയിട്ട് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഈ കൊടുക്കുന്ന പ്രീമിയം ആർക്കാണ്? ഓപ്ഷൻ സെല്ലർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് നമ്മുടെ വ്യൂ പ്രകാരം പോവുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ ഇനി രണ്ടാമത്തെ ആൾ, പുള്ളിക്കാരൻ ഇപ്പോൾ കറൻലി നിൽക്കുന്ന മാർക്കറ്റ് പ്രൈസ് ഇല്ലേ, അതായത് നമ്മുടെ അറ്റ് ദ മണി, ഈ അറ്റ് ദ മണി സ്ട്രൈക്ക് പ്രൈസിൻ്റെ കോൾ ഓപ്ഷൻ അങ്ങ് വാങ്ങിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ 287 രൂപ 65 പൈസ കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ്റെ ക്യാപിറ്റൽ 14,382 രൂപ 50 പൈസ.
പിന്നെ നമ്മുടെ വ്യൂ പ്രകാരം എന്താണ്, മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതാണ്, 18,000 ഒക്കെ കഴിഞ്ഞങ്ങ് പോകുന്നതാണ്. എന്നാൽ പിന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ എപ്പോഴും വളരെ ചെറിയ ക്യാപിറ്റലിലുള്ള പരിപാടി നടത്താനല്ലേ നോക്കത്തുള്ളൂ. അതായത് ഒരു 10,000 രൂപ ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ അയാൾ 100% എന്താ ചെയ്യും, ഈ പോയി 7,150 രൂപ മതി 18,100 കോൾ ഓപ്ഷനിൽ എൻ്റർ ആവണമെങ്കിൽ. കാര്യം എന്താണ്, അവിടെ വളരെ ചെറിയ പ്രീമിയമേ ഉള്ളൂ. നമ്മൾ എന്താണ് നേരത്തെ പഠിച്ച ഔട്ട് ഓഫ് ദ മണിയിൽ വളരെ ചെറിയ പ്രീമിയം ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായി, ഇൻ ദ മണിയിലുള്ള സ്ട്രൈക്ക് പ്രൈസ് നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് ഹ്യൂജ് നല്ലൊരു ക്യാപിറ്റൽ വേണം. അറ്റ് ദ മണിയിലാണെങ്കിൽ നമുക്കൊരു മീഡിയം ക്യാപിറ്റൽ വേണം. ഔട്ട് ഓഫ് ദ മണിയിലാണെങ്കിൽ നമുക്ക് വളരെ ചെറിയ ക്യാപിറ്റൽ മതി. അപ്പോൾ ഇത് മൂന്നും എടുക്കുന്ന സമയത്ത് ഇനി ഇതിൻ്റെ വിജയസാധ്യത ഏറ്റവും കൂടുതൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കണം. നമ്മുടെ വ്യൂ കറക്റ്റ് ആണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന ഇൻ ദ മണിയാണ് നമ്മൾ എടുത്തിരുന്നതെങ്കിൽ, അതായത് 17,500 കോൾ ഓപ്ഷനാണ് എടുത്തതെങ്കിൽ ബ്രേക്ക് ഈവൻ, അതായത് 27 ജാനുവരി 2022 നമ്മുടെ എക്സ്പയറി അന്നാണല്ലോ, അന്നേ ദിവസം 17,987 മുകളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഫിറ്റ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. പക്ഷേ നിങ്ങൾ അറ്റ് ദ മണിയിലോട്ട് പോയി നോക്കേ, എക്സ്പയറി ആവുന്ന ദിവസം 18,087 മുകളിലോട്ട് എത്തിയാൽ മാത്രമേ ഈ പറയുന്ന പ്രൈസ് ഈ പറയുന്ന നമ്മൾ എടുത്തേക്കുന്ന ട്രേഡ് ലാഭത്തിലോട്ട് കടക്കത്തുള്ളൂ. ഇനി ഏറ്റവും അങ്ങറ്റം നിങ്ങൾ നോക്കേ, ഔട്ട് ഓഫ് ദ മണിയിൽ നമുക്ക് വളരെ ചെറിയ ക്യാപിറ്റൽ മതി. പക്ഷേ എക്സ്പയറി ദിവസം 18,243 കഴിഞ്ഞാൽ മാത്രമേ നമുക്കവിടെ പ്രോഫിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. മാർക്കറ്റ് ഇപ്പോൾ കറൻ്റ് നിൽക്കുന്നത് 17,805 അപ്പോൾ നമ്മുടെ വ്യൂ കറക്റ്റ് ആണെങ്കിൽ ഏറ്റവും അടുത്ത് ബ്രേക്ക് ഈവൻ വരുന്ന എവിടെയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കേ. നമ്മൾ ഇൻ ദ മണിയിൽ ട്രേഡ് എടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും അടുത്ത ബ്രേക്ക് ഈവൻ കിട്ടുന്നത്. ഓക്കെ, ഇനി ഞാൻ അതുപോലെ പറയുകയാണ്, അറ്റ് ദ മണിയിലാണെങ്കിൽ നോക്കേ ഇതിൽ നിന്ന് കുറച്ചുകൂടെ ഡിഫറൻസ്. പക്ഷെ ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ നമ്മൾ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. വിന്നിങ് ചാൻസ്, നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ്, നമ്മളൊരു ട്രേഡ് എടുക്കുന്ന സമയത്ത് ഇൻ ദ മണിയിലാണ് നമ്മുടെ കോൾ ഓപ്ഷൻ ഇൻ ദ മണിയിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്, നമ്മുടെ വ്യൂവും കറക്റ്റ് ആണെങ്കിൽ ഏറ്റവും വിജയസാധ്യത ഇൻ ദ മണിയിലാണ്. അറ്റ് ദ മണിയിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഓക്കെ, അതായത് നമ്മൾ വിജയിക്കാനുള്ള സാധ്യതയും അതേപോലെ നഷ്ടപ്പെടാനുള്ള സാധ്യത ഒരു മീഡിയം ലെവലാണ് നമ്മൾ വിജയിക്കാനുള്ള സാധ്യത. പക്ഷേ ഔട്ട് ഓഫ് ദ മണിയിൽ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ വളരെ ലോ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായി, നമ്മൾ വളരെ ചെറിയ ക്യാപിറ്റലും ഉണ്ട്. നമ്മൾ ഈ പോയി ട്രേഡിൽ കയറുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടുള്ള ഒരു കാര്യം, നമ്മൾ വിജയിക്കാനുള്ള സാധ്യത അത്രത്തോളം കുറവായതുകൊണ്ടാണ് ഈ ചെറിയ പൈസയ്ക്ക് നമുക്ക് ആ ട്രേഡിൽ എൻ്റർ ആവാൻ പറ്റുന്നത്. നമ്മൾ എത്രത്തോളം പ്രീമിയം കുറച്ച് കൊടുക്കുന്നു അത്രത്തോളം നമുക്ക് റിസ്ക് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടുള്ളത്. ഓക്കെ, ഇനി റിസ്ക് റിവാർഡും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇൻ ദ മണിയിലാണെങ്കിൽ നമ്മുടെ വ്യൂ കറക്റ്റ് ആണെങ്കിൽ അടിപൊളി പ്രോഫിറ്റാണ് നമുക്ക്. പക്ഷേ നമ്മുടെ വ്യൂ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് ഭീകരമായിട്ടുള്ള നഷ്ടമാണ്. അതുകൊണ്ടാണ് റിസ്ക് റിവാർഡ് ഹൈ എന്ന് പറയുന്നത്. കാര്യം എന്താണ്, നമ്മൾ 17,500 എടുത്തു, മാർക്കറ്റ് അതാണ്ട് ഇനി ഇവിടുന്ന് കയറി പോകുന്നതായിരുന്നു നമ്മുടെ പ്രതീക്ഷ. നേരെ മാർക്കറ്റ് 17,500 ഇന്ന് പടയെന്നും പറഞ്ഞ് താണ്ടെ 17,000 അങ്ങ് വന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുത്ത 487 രൂപയും നമുക്ക് നഷ്ടപ്പെടില്ലേ, അതായത് 24,000 രൂപയും നമുക്ക് പോവുകയാണ്. നേരെ മറിച്ച് മീഡിയം നമ്മൾ അറ്റ് ദ മണിയിൽ ഉള്ള സ്ട്രൈക്ക് പ്രൈസ് ആണ് നമ്മൾ എടുത്തിരുന്നതെങ്കിൽ ഓക്കെ, അതിലൊരു മീഡിയം റിസ്ക് ആണ്. നമ്മൾ 14,000 രൂപ ക്യാപിറ്റലാവുന്നു, ആ 14,000 നമ്മളുടെ നിന്ന് ഡിഡക്റ്റ് ആവും. അതെങ്ങനെയാണ് ഡിഡക്റ്റ് ആവുന്നത്, 17,800 നിന്ന് ഈ പറയുന്ന പ്രീമിയം കുറച്ച് ആണ് ഇത് ക്ലോസ് ആവുന്നതെങ്കിൽ അപ്പോൾ നമ്മുടെ എൻ്റയർ ക്യാപിറ്റൽ പോയി. അതുപോലെ ഔട്ട് ഓഫ് ദ മണിയിൽ 18,243 കഴിഞ്ഞാലേ അവിടെ പ്രോഫിറ്റ് ഉള്ളൂ. അപ്പോൾ അവിടുത്തെ വിന്നിങ് ചാൻസ് വളരെ കുറവാണ്. അതുപോലെ അവിടുത്തെ റിസ്ക്കും കുറവാണ്, റിവാർഡും കുറവാണ്. റിസ്ക് എന്തുകൊണ്ടാണ് കുറവ്, കാര്യം ഇവിടെ 7,000 വളരെ ചെറിയ ക്യാപിറ്റലിലാണ് നമ്മൾ കയറുന്നത്. ഇനി നേരെ മറിച്ച് ഈ 17,800 നിൽക്കുന്ന സമയത്ത് നമ്മൾ ഔട്ട് ഓഫ് ദ മണി എടുത്ത് ഇത് പടപടാന്ന് പറഞ്ഞ് 18, 18,500, 19,000 എന്ന് പറഞ്ഞങ്ങ് പടപടയെന്ന് പറഞ്ഞ് നിഫ്റ്റി ഒരു 4-5 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 1-2 ആഴ്ച കൊണ്ട് 10,500 പോയിന്റ് കയറുവാണെങ്കിൽ ഏറ്റവും ലാഭം ഇത് തന്നെ ആയിരിക്കും. ഓക്കെ, പക്ഷേ അത് അത്രത്തോളം നമുക്ക് കറക്റ്റ് ആയിരിക്കണം. പക്ഷേ 90%ഉം ഔട്ട് ഓഫ് ദ മണിയിൽ നമ്മൾ ബൈയിങ് വ്യൂ എക്സ്പയറി വരെ ഹോൾഡ് ചെയ്യാനാണെങ്കിൽ അത് നമ്മൾ ആ ഒരു ട്രേഡ് നമുക്ക് നഷ്ടത്തിലോട്ട് പോകാൻ തന്നെയാണ്
ഏറ്റവും കൂടുതൽ സാധ്യത. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു കോൾ ഓപ്ഷൻ ചെയ്യുന്ന ഒരു ബയ്യറിൻ്റെ വ്യൂവിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു പേജ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഒറ്റ സെക്കൻഡേ ഞാനിപ്പോൾ ആ ഓപ്ഷൻ ചെയിൻ കാണിച്ചു തരാം. ബിക്കോസ് നാളെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ചെയിനിൽ പോകുമ്പോൾ ഇതൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ ഓപ്ഷൻ ചെയിൻ ഇപ്പോൾ ഒന്നുകൂടി ഒന്ന് എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. അതും സ്ക്രീൻഷോട്ട് എടുക്കുക, നിങ്ങൾ ഇതും സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് വ്യക്തമായിട്ട് അത് രണ്ടും വെച്ച് നോക്കി നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഓക്കെ താണ്ടേ. അപ്പോൾ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു സംഭവം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എസ്പെഷ്യലി ഞാൻ വേണമെങ്കിൽ സൂം ചെയ്ത് കോൾ ഓപ്ഷൻ സൈഡ് മാത്രം ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങളപ്പം ഈ ഒരു സെക്ഷൻ മാത്രം ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് ആ 18,100 ദാണ്ടെ, ആ 17,800 ദാണ്ടെ 17,500, ഇത് മൂന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇൻ ദ മണിയും ഔട്ട് ഓഫ് ദ മണിയും അറ്റ് ദ മണിയും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ എന്താണോ നമ്മൾ കോൾ ഓപ്ഷൻ്റെ ബയ്യർ വ്യൂവിൽ പഠിച്ചത് എക്സാക്ട്ലി അതിൻ്റെ ഓപ്പോസിറ്റാണ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്കിനി വരും വീഡിയോസിൽ നമ്മൾ ഇൻട്രിൻസിക് വാല്യൂവും ടൈം വാല്യൂ ഓഫ് മണി ഇത് രണ്ടും എന്താണെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഐഡിയ ആവും. അത് കഴിഞ്ഞിട്ട് ഓപ്ഷൻ ഗ്രീക്സ് എന്താണെന്ന് ഞാൻ പറയും. അതിനകത്ത് തീറ്റ എന്ന് പറയുന്ന ഒരൊറ്റ ഫാക്ടർ, ബാക്കി എല്ലാ കാര്യങ്ങളും പോട്ടെ, തീറ്റ എന്ന് പറയുന്ന ഒരൊറ്റ ഫാക്ടറിനെ പറ്റി പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എൻ്റയർലി കോൾ ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ ഒരു കളി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓപ്ഷൻ സ്ട്രൈക്ക് 3 രീതിയിലുണ്ട്. കോൾ ഓപ്ഷനിലായാലും പുട്ട് ഓപ്ഷനിലായാലും ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി. അതിനകത്ത് അറ്റ് ദ മണി എന്ന് പറഞ്ഞാൽ സ്പോട്ട് പ്രൈസിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രൈസിനാണ് അറ്റ് ദ മണി. കോൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം ഇൻ ദ മണി എന്ന് പറഞ്ഞാൽ മുകളിലോട്ടുള്ള, അതായത് അതിൻ്റെ ഓപ്ഷൻ ചെയിനിൽ അതിൻ്റെ മുകളിലോട്ട് കിടക്കുന്നത്. പക്ഷേ സ്ട്രൈക്ക് പ്രൈസിനെ വെച്ച് നോക്കുവാണെങ്കിൽ അതിൻ്റെ താഴോട്ട് പോകുന്നത്. അതായത് ഇപ്പോൾ 17,800 അറ്റ് ദ മണിയെങ്കിൽ 17,750, 700, 600 അതൊക്കെയാണ് കോൾ ഓപ്ഷൻ്റെ ഇൻ ദ മണി. 18,100, 18,200, 18,300 അതൊക്കെയാണ് കോൾ ഓപ്ഷൻ്റെ ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുന്നത്. പുട്ട് ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ച് ചിന്തിക്കുക. 17,800 എന്ന് പറയുന്നതാണ് അറ്റ് ദ മണി. അത് അറ്റ് ദ മണി രണ്ടിൽ സെയിം തന്നെയാണ്. 17,900, 17,900, 18,000, 18,100 അതൊക്കെ പുട്ട് ഓപ്ഷനിൽ ഇൻ ദ മണി ആവും. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നതെല്ലാം ഔട്ട് ഓഫ് ദ മണി ആവും. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി. ഔട്ട് ഓഫ് ദ മണി എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ചെറിയ ക്യാപിറ്റലും ഉണ്ട്. ഔട്ട് ഓഫ് ദ മണി ട്രേഡിൽ നമുക്ക് എൻ്റർ ആവാൻ പറ്റും, പക്ഷേ നമ്മൾ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. ആ ഒരു പ്രീമിയം എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ബ്രേക്ക് ഈവൺ വരുന്നത് എത്രത്തോളം ആണെന്ന് ഞാൻ ആ കാണിച്ചു തന്ന ചാർട്ടിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് ചോദിക്കുക. ഇനി ഞാൻ ഇതിനകത്ത് ഇൻട്രിൻസിക് വാല്യൂ എന്നൊക്കെ പറഞ്ഞ് പ്രാന്ത് പിടിപ്പിക്കാത്തതാണ്, വേറൊന്നുമല്ല. സിമ്പിളായിട്ട് വേണമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഔട്ട് ഓഫ് ദ മണി, അതായത് ഈ വെള്ളയിൽ കാണുന്ന 2 സാധനമെന്ന് ഞാൻ പറഞ്ഞില്ല, അത് കോൾ ഓപ്ഷൻ ആയാലും പുട്ട് ഓപ്ഷൻ ആയാലും. ഈ പറയുന്ന ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുന്ന സാധനം ജാനുവരി ആവുമ്പോൾ, ജാനുവരി 27, 2020 ഓപ്ഷൻ പ്രീമിയം എവിടാണോ നിൽക്കുന്നത്, അതായത് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് എവിടാണോ നിൽക്കുന്നത്, അറ്റ് ദ മണി എവിടാണോ നിൽക്കുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് രണ്ടും കാണുന്ന ആ ഒരു വെള്ളയിൽ കാണുന്ന 2 സാധനങ്ങളില്ലേ, അതെല്ലാം 0 വരും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? നമ്മൾ ഇറക്കിയ എൻ്റയർ ക്യാപിറ്റലും ലൂസ് ആവും എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻട്രിൻസിക് വാല്യൂ എന്താണ്, ടൈം വാല്യൂ എന്താണ്, ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ ഗ്രീക്സൂടെ പറയുമ്പോൾ ഓപ്ഷനെ പറ്റിയുള്ള നിങ്ങളുടെ കംപ്ലീറ്റ് സംശയങ്ങൾ മാറും. പിന്നെ നിങ്ങൾക്ക് വളരെ വൈസ്ലി നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ചൂസ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ സ്ട്രൈക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡിൽ ബൈയിങ്ങിൽ നിങ്ങളെ ഇപ്പം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ലാഭം ഇല്ലാതാവുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. കാര്യം ഔട്ട് ഓഫ് ദ മണിയിൽ കയറുമ്പോഴത്തേക്ക് അതിനകത്ത് വേറെ കുറേ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ വരും വീഡിയോസിൽ പറയാം. എന്നാലും സിമ്പിളി നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഔട്ട് ഓഫ് ദ മണി എന്ന് പറഞ്ഞാൽ എപ്പോഴും ബയ്യേഴ്സിന് വിജയ സാധ്യത കുറവാണ്, സെല്ലേഴ്സിന് വിജയ സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇൻ ദ മണി എന്ന് പറഞ്ഞാൽ സെല്ലേഴ്സിന് വിജയ സാധ്യത കുറവാണ്, ബയ്യേഴ്സിന് വിജയ സാധ്യത കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഒരു കോൾ ഓപ്ഷൻ ബയ്യർ ആണ് നിങ്ങളെങ്കിൽ
നിങ്ങളുടെ വ്യൂ കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്, ടെക്നിക്കൽ അനാലിസിസ് ചെയ്ത സമയത്ത് ഇനി മാർക്കറ്റ് അങ്ങോട്ടായിരിക്കുമെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾ ഇൻ ദ മണിയിൽ ട്രേഡ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇതാണ് എൻ്റെ ഫൈനലി എനിക്ക് പറയാനുള്ള സജഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ ഒന്നീ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി വാട്സപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം അറിയാവുന്ന ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് എൻ്റെ ഒരു സംസാരത്തിൽ ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ക്ഷമിക്കുക, ത്രോട്ടിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു ഓൾ ഓഫ് യു.